കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഭവാനി, ഭവാനി, വീരഭദ്ര, ഇനി നിന്റെ കല്യാണത്തിന് മുമ്പ് നീ പുറത്തിറങ്ങുകയാണെങ്കിൽ നിന്റെ കാല അടിച്ചൊടിച്ച് ഞാൻ മൂലക്കിടും, പറഞ്ഞേക്കാം. ഇനി ഒരു തവണ കൂടെ ഭവാനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഓർമ്മയിരിക്കട്ടെ, അറിയാലോ എന്നെ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ വീട്ടിലിരുത്തിയിട്ട് പാതിരാത്രിക്ക് വേറെ ഒരുത്തിനെ കാണാൻ എന്തിനാടി നീ പോയത്? നാശം പിടിച്ചവളെ. കല്യാണം കഴിയുന്നതിന് മുമ്പേ വേണ്ടാതീനൊക്കെ കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എങ്ങാനും കാണിക്കാൻ നിന്നാല് എന്റെ വേറെ ഒരു മുഖം നീ കാണും. എന്റെ ഭർത്താവ് നല്ല ഒരു മനുഷ്യനായതുകൊണ്ട് നിന്റെ കാല് തല്ലി ഒടിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. ആ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ സംസാരിക്കാനൊന്നും നിക്കില്ല. ഉറപ്പായിട്ട് നിന്റെ കാല് തല്ലി ഒടിച്ചേനെ. മിണ്ടാതെ മണ്ഡപത്തിൽ വന്ന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കുന്നതിന് പകരം എന്തോ വലിയ മഹാവിപത്ത് വരുന്നത് പോലെ എല്ലാവരും കൂടെ നാടകവും കളിച്ചോണ്ട് നിൽക്കുന്നു. അമ്മ, എന്തായാലും ഞാനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അമ്മ ഇങ്ങനെ ഭവാനി വഴക്ക് പറയുന്ന കേൾക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ടമ്മേ. നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടോടാ? മിണ്ടാതെ അകത്തകാനും പോയിരിക്ക. ബുദ്ധി വിവരമില്ലാത്ത കഴുത. കണ്ടോടി നീ എന്റെ മോൻ നിന്നെ ഓർത്ത് എന്തുമാത്രം വിഷമിക്കുന്നു. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക. ഭവാനി, മോളെ ഭവാനി, ഭവാനി. എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? ഇതൊക്കെ നീ വിചാരിച്ച പോലെ തന്നെയല്ലേ നടക്കുന്നത്? ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് നീ ഒരു വാക്ക് പറഞ്ഞ അവന്റെ കഴുത്തി പിടിച്ച് ഞാൻ പുറത്തിറക്കി വിടും. അങ്ങനെ ഒരു അവസരം ഇപ്പൊ ഇല്ലാതെ പോയത് നീ കാരണമാടി.
നീ എന്തിനാ രുദ്രനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? നീ ആ രുദ്രനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത് കൊണ്ടാ നമ്മുടെ മുന്നിൽ പോലും നിന്ന് സംസാരിക്കാത്തവൻ ഇപ്പൊ നമ്മളോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. നിന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാ അവൻ ഈ വീട്ടിൽ ഇത്രയ്ക്കും അക്രമം കാണിക്കുന്നത്. അവൻ ഇവിടെ ഇത്രയും അഹങ്കാരം കാണിക്കുന്നതിന് കാരണം നീ അടി. പറയടി പറ. പൊന്നു പോലുള്ള അർജുനെ വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്തിനാ രുദ്രനെ കല്യാണം കഴിക്കാൻ തയ്യാറായതെന്ന് പറ. നിനക്കിഷ്ടമല്ലാത്ത ഒരുത്തന്റെ താലി ഏറ്റുവാങ്ങാൻ വേണ്ടി എന്താടി പ്രശ്നമെന്ന് പറ നീ. എന്റെ കൊച്ചുമോളുടെ ജീവിതം നാശമായി പോകുന്നത് നോക്കിയിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നീ കാരണം പറയുന്നുണ്ടോ അതോ നിന്റെ മുന്നിൽ ഞാൻ തൂങ്ങി മരിക്കണോ? പറയടി. മുത്തശ്ശി തന്നെയാ. അച്ഛനും പോയി, ചേട്ടനും പോയി. സ്വർഗം പോലായിരുന്ന ഈ വീട് ഇപ്പൊ ചുടുകാട് പോലായി. ഈ വീട് സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. നീ കാര്യം പറയോ അതോ ഞാൻ ചാവണോ? നീ പറയില്ലല്ലേ? അപ്പൊ ശരി, എന്റെ മരണം നീ കാണ്. അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ തൂങ്ങി മരിക്കാൻ പോവുക. വേണ്ട വേണ്ട മുത്തശ്ശി, വേണ്ട മുത്തശ്ശി, എന്നെ വിടാനല്ലേ പറഞ്ഞു? ഞാൻ മരിക്കാൻ പോവുക. എന്നെ വിടാൻ. പറഞ്ഞ മുത്തശ്ശിക്ക് മനസ്സിലാവില്ലേ? ഞാൻ സത്യം പറയാം. എന്ത് കാരണമെന്ന് ഞാൻ പറയാം മുത്തശ്ശി. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് ഒരേ ഒരു കാരണം കൊണ്ടാ മുത്തശ്ശി. എന്ത് കാരണം അത്? നമ്മൾ കരുതിയതുപോലെ നമ്മുടെ ഏട്ടൻ മരിച്ചിട്ടില്ല മുത്തശ്ശി. ഏട്ടൻ ജീവനോടെ തന്നെയുണ്ട്. എന്താടി നീ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്റെ കൊച്ചുമോൻ ജീവനോടെ ഇരിക്കുന്നോ? നമ്മുടെ കൺമുന്നിൽ വെച്ചല്ലേ അവന്റെ ചടങ്ങുകളൊക്കെ ചെയ്തത്. നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു അവൻ ജീവനോടുണ്ടെന്ന്? നിനക്കെന്താ നിന്റെ സ്വബോധം നഷ്ടപ്പെട്ടോ? മുത്തശ്ശി, ഞാൻ പറഞ്ഞ സത്യമാണ്. ഏട്ടൻ ജീവനോടെ തന്നെയുണ്ട്. പൂജി തന്നെയല്ലേ അവന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ വെച്ചത്. മരിച്ചുപോയ എന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ ഭവാനി? അന്ന് നമ്മൾ കണ്ടത് ഏട്ടന്റെ ശരീരം അല്ലായിരുന്നു ഏട്ടതി. നമ്മൾ അന്ന് ചെയ്ത കർമ്മങ്ങളൊന്നും ഏട്ടന് വേണ്ടിയിട്ടായിരുന്നില്ല. അതിലൊരു മായയായിരുന്നു. മറ്റാരുടെയും മൃതദേഹത്തിന് ഏട്ടന്റെ രൂപം കൊടുത്തതാ. എന്നിട്ട് ഏട്ടൻ മരിച്ചു പോയതുപോലെ അമ്മാവൻ നമ്മളെ വിശ്വസിപ്പിച്ചതാ. ഇതിൽ അവരുടെ നാടകമായിരുന്നു. ഏട്ടനെ ഇപ്പോ അമ്മാവൻ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. അമ്മാവൻ വന്ന് ഏട്ടൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനും നിങ്ങളെ പോലെ വിശ്വസിച്ചില്ല. പക്ഷെ അമ്മാവൻ ഏട്ടനെ ഫോണിൽ കാണിച്ചു തന്ന് ഏട്ടനോട് സംസാരിപ്പിച്ചു. ഏട്ടാ, ഏട്ടാ, ഏട്ടൻ ഇപ്പൊ എവിടെയുള്ളത്? അറിയില്ല മോളെ. എന്റെ കണ്ണൊക്കെ മൂടിക്കെട്ടി എവിടെയോ കൊണ്ടുവന്നിരിക്കുക. ഏട്ടനെ ഓർത്ത് ഞങ്ങൾ എത്രമാത്രം കരഞ്ഞെന്നറിയോ? മോളെ, എന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് എനിക്ക് പേടിയില്ല. നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടി. പേടിക്കണ്ട ഏട്ടാ, ഏട്ടനെ ഞാൻ രക്ഷിക്കാം. എന്റെ ജീവൻ പണയം വെച്ചാലും ഞാൻ ഏട്ടനെ രക്ഷിക്കും. അമ്മാവന്റെ വശമുള്ള ഏട്ടനെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്.
അല്ലാതെ നിങ്ങളെ ആരെയും ചതിച്ചതല്ല ഞാൻ. അമ്മാവൻ ഒരുപാട് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വഴങ്ങേണ്ടി വന്നത്. രുദ്രനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഏട്ടനെ അയാൾ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തി. ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അദ്ദേഹം ജീവനോടെ ഉണ്ടോ? ഉണ്ട് ഏട്ടത്തി. മുത്തശ്ശിയുടെ പേരക്കുട്ടിയോട് അവരെന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്തോ. നിന്റെ കൊച്ചുമോൻ ജീവനോടെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി എന്തിനാടി പേടിക്കുന്നത്? ഇത്രമാത്രം ദുഷ്ടതകളൊക്കെ കാണിച്ചു കൂട്ടി ഇവനോട് ക്ഷമിക്കാനേ പാടില്ല. ഇപ്പൊ തന്നെ ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. മുത്തശ്ശി, ഒരു നിമിഷം. മുത്തശ്ശി, മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെടുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞൊന്ന് പുറത്തറിഞ്ഞാൽ തന്നെ ഏട്ടിന് വലിയ ആപത്താണ്. സ്വന്തം അളിയന്റെ മകനെ തന്നെ തടങ്കലിൽ വെക്കണമെങ്കിൽ അയാൾ എത്രമാത്രം ദ്രോഹിയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ളവര് ഏട്ടൻ എന്ത് ചെയ്യാനും മടിക്കില്ല. അത്രയ്ക്കും ദുഷ്ടനയാള്. എന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെന്ന് കരുതി സന്തോഷിക്കണോ, അതോ തടവിലാണെന്ന് കരുതി സങ്കടപ്പെടണോ? എനിക്കൊന്നും അറിയില്ല. നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കണോ ഭവാനി? എന്റെ അച്ഛനോടും ഏട്ടനോടും ആയിരുന്നു എനിക്ക് കൂടുതൽ അടുപ്പം. അവരുണ്ടായിരുന്നപ്പോ വളരെ സന്തോഷമായിരുന്നു. അവരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ബുജിക്കോ, അവന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന സമയം അവന് ഓർമ്മയുണ്ടോന്ന് പോലും അറിയില്ല. ബുജിക്ക് അച്ഛനെയും ഏട്ടത്തിക്ക് ഭർത്താവിനെയും തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറാണ് ഏട്ടത്തി. ഏട്ടനെ രക്ഷിക്കാൻ പറ്റി എന്നുള്ള ഒരു ചെറിയ സന്തോഷം മതി എന്റെ ജീവിതം മുഴുവൻ സന്തോഷിക്കാൻ. ഇപ്പൊ വരാം മുത്തശ്ശി, ഇപ്പൊ വരാം. നിന്നെ ഞാൻ എങ്ങനെയാ മോളെ രക്ഷിക്കുക? നിന്നെ ഞാൻ എങ്ങനെയാ മോളെ രക്ഷിക്കുക? മഹാദേവ, എന്നെ കെട്ടിയിട്ടത് കൊണ്ടും എന്നെ ഇത്രയും ഉപദ്രവിച്ചതിലൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല മഹാദേവ. എന്റെ അനിയത്തിയുടെ ജീവിതം നശിച്ചു പോകുമെന്ന് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. എങ്ങനെയെങ്കിലും എന്റെ അനുജത്തിയുടെ ജീവിതം രക്ഷിക്കുന്നതിന് എന്നെ സഹായിക്കൂ ദേവ, എന്നെ സഹായിക്കൂ മഹാദേവ. എന്റെ അനുജത്തിക്ക് വേണ്ടി എന്റെ ജീവൻ തന്നെ കൊടുക്കാൻ ഞാൻ വാക്ക് കൊടുത്തതാ. അതുകൊണ്ട് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം എനിക്ക് താ.
അനുജത്തെ രക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നെ കുറിച്ചോർത്ത് എനിക്ക് എന്ത് ലജ്ജ തോന്നുന്നു. മഹാദേവ, എന്റെ കുടുംബം പാരമ്പര്യമായി അങ്ങയല്ലേ പൂജിക്കുന്നത്. അതുകൊണ്ട് ആ പൂജകളിൽ അങ്ങ് സംതൃപ്തരാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ അനുജത്തെ അങ്ങ് രക്ഷിക്കണം മഹാദേവ. രക്ഷിക്കണം മഹാദേവ, രക്ഷിക്കണം മഹാദേവ, രക്ഷിക്കണം മഹാദേവ, രക്ഷിക്ക് 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 മഹാദേവ. ഒരു പെൺകുട്ടിക്ക് അപകടം സംഭവിക്കാൻ പോകുന്നു. എങ്ങനെയും രക്ഷിക്കണം, അവളെ എങ്ങനെയും രക്ഷിക്കണം. രക്ഷിച്ച മതിയോ? वेगपुत्कृताभिः